ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും ഒരു ടെലഗ്രാമിൽ കൂടെ നമുക്ക് മൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന വളരെ ഏർലി സ്റ്റേജുള്ള അത്യാവശ്യം പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ എയർ ഡ്രോപ്പിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു മിനിമം ഒരു 200 ലൈക്സ് ആണ് ടാർഗറ്റായിട്ട് വെക്കുന്നത്. അവിടെ എത്താനായിട്ട് പറ്റും എന്ന് വിശ്വസിക്കുന്നു. അതിനു മുന്നേ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒട്ടനവധി ആളുകൾക്ക് ഫ്രീ ആയിട്ട് എയർ ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു നോട്ട് കോയിൻ എന്ന് പറയുന്നത്. നമ്മൾ നോട്ട് കോയിൻ്റെ ലിസ്റ്റിംഗ് ടൈം വന്നപ്പോൾ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് കോയിൻ ഹോൾഡ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യാമെന്ന്. നോട്ട് കോയിൻ ഹോൾഡ് ചെയ്ത ആളുകൾക്ക് ഇപ്പോൾ വളരെയധികം വലിയ പ്രോഫിറ്റ് ആയിട്ടുണ്ടാകും. കാരണം നോട്ട് കോയിൻ കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് വളരെ വലിയ രീതിയിലേക്കുള്ളൊരു പമ്പിംഗ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ക്യാപ്പൊക്കെ $2 ബില്യൺ ഇന്നലെ ക്രോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു നോട്ട് കോയിൻ ഹോൾഡർ ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. നോട്ട് കോയിൻ്റെ ഈ ഒരു വളരെ വലിയ എയർ ഡ്രോപ്പിന് ശേഷം ഇപ്പം ടെലഗ്രാമിൽ കൂടെ ഇങ്ങനെ ഗെയിം കളിച്ചെടുക്കുന്ന ക്രിപ്റ്റോ കറൻസികൾക്ക് വളരെയധികം ഹൈപ്പ് വന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള കുറേ അധികം പ്രൊജക്റ്റുകളുടെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൽ 1-2 പ്രൊജക്റ്റുകളായിട്ടുള്ള ഹാംസ്റ്റർ കോമ്പാറ്റ് അതുപോലെ തന്നെ ടാപ്പ് സ്വാപ്പിൻ്റെയും ചെറിയൊരു അപ്ഡേറ്റ് നമ്മൾ ഇന്നത്തെ വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗത്ത് സംസാരിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നോട്ട് കോയിൻ്റെ ടീം പുറകിൽ പ്രവർത്തിക്കുന്ന പുതിയൊരു ടെലഗ്രാം ഗെയിമിലൂടെ നമുക്ക് മൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ്. പ്രൊജക്റ്റിൻ്റെ പേര് ബി കോയിൻ എന്നാണ്. നമ്മൾ ഇന്നലെ അതിൻ്റെ ചെറിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ബി കോയിൻ എന്ന് പറയുന്ന പ്രൊജക്റ്റ് വളരെയധികം ഏർലി സ്റ്റേജിലാണുള്ളത്. അവരുടെ ട്വിറ്റർ പേജൊക്കെ ഈ അടുത്ത് മാത്രമാണ് തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം 33,000 അടുപ്പിച്ചാണ് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. പോസ്റ്റുകളും കാര്യങ്ങളും ഒന്നും ഇതുവരേക്കും ഇട്ടിട്ടില്ല. ഇനി നമുക്ക് എങ്ങനെയാണ് ബി കോയിൻ ഗെയിം കളിച്ചുകൊണ്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് നോക്കാം. ആ ഒരു ഗെയിമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലും ഉണ്ട്. ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ടെലഗ്രാമിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഇതുപോലെ ആയിരിക്കും വരുന്നത്. സ്ലൈഡ് ടു മൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഗെയിം കളിക്കാൻ വളരെ വളരെ സിമ്പിളാണ്. ഒരേപോലത്തെ നമ്പേഴ്സ് മെർജ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ബി കോയിൻ ജനറേറ്റ് ആവുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. സോ ഇതേ കാര്യം നിങ്ങൾ എത്രത്തോളം ചെയ്യുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ബി കോയിൻ കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. നിങ്ങൾ വളരെ വലിയ നമ്പേഴ്സ് മെർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് ഓഫ് ബി കോയിൻ കിട്ടുന്നതായിരിക്കും. സോ ഗെയിമിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ടൊന്നും സംസാരിക്കാനായിട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒഴിവ് സമയത്ത് ഗെയിം കളിച്ചിട്ട് ഈ കോയിൻസ് അക്യുമുലേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ നിങ്ങളുടെ റെഫർ ലിങ്ക് വഴി റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ഗെയിം കളിച്ച് കിട്ടുന്നതിൽ നിന്ന് 50% നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൽ ബി കോയിൻസ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇനി വളരെയധികം ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് എന്നായിരിക്കും ഈ ഒരു ബി കോയിൻ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് വളരെയധികം ആളുകൾക്ക് സംശയം ഉണ്ടാവും. സോ അതിനെക്കുറിച്ചും അവർ ഒരു അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ടീം ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചെറിയൊരു വീഡിയോ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും ബി കോയിൻ ലിസ്റ്റിംഗ് ഓൺ സെക്സ് ആഫ്റ്റർ 4 or 5 ഹാവിങ്സ്. ഈ ഒരു പ്രൊജക്റ്റ് ലിസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഇവരുടെ 4-മത്തെയോ 5-മത്തെയോ ഹാവിങ്ങിന് ശേഷമായിരിക്കും. ഇനിയിപ്പം ഈ ഒരു ഹാവിങ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതും കൂടെ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വ്യക്തമാക്കി തരാം. ഓരോ സെർട്ടൈൻ ടൈം പീരീഡിൻ്റെ ഉള്ളിലും നമുക്ക് ഗെയിം കളിച്ച് കിട്ടുന്ന റിവാർഡ് നേരെ പകുതിയാകുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഈ ഒരു ഹാവിങ് എന്ന് പറയുന്നത്. ഇപ്പം ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാവിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ 2-മത്തെ ഹാവിങ്ങിലേക്കാണുള്ളത്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ടോട്ടൽ സപ്ലൈ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഏകദേശം 21 ബില്യൺ ആണ്. ഇനി 2-മത്തെ ഹാവിങ് തുടങ്ങാനായിട്ട് പോകുന്നത് ഇവരുടെ ടോട്ടൽ സപ്ലൈ ഏകദേശം ഒരു 4.2 ബില്യൺ ബി കോയിൻസ് ആവുന്ന സമയത്തായിരിക്കും. സോ അങ്ങനെ സംഭവിച്ച് 4-മത്തെയോ 5-മത്തെയോ ഹാവിങ്ങിന് ശേഷമായിരിക്കണം ഇവർ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റിംഗ് അനൗൺസ് ചെയ്യുന്നത്. എന്തായാലും നോട്ട് കോയിൻ്റെ ടീം ഇതിൻ്റെ പുറകിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിൽ അത്യാവശ്യം ഹോപ്പ് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക്
സ്പെൻഡ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്റ്റിൽ മൈൻ ചെയ്ത് ബി കോയിൻസ് ഏൺ ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുകയാണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ച് ഇനി കൂടുതൽ അപ്ഡേറ്റ്സുകളൊക്കെ നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്കായിരിക്കും ഇടുന്നത്. കിട്ടുന്നതനുസരിച്ച് നമുക്ക് ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം. സോ തീർച്ചയായിട്ടും നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. ടെലഗ്രാമിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ടാപ്പ് സ്വാപ്പിനെ കുറിച്ച് സംസാരിക്കാം. റീസെൻ്റ്ലി ടാപ്പ് സ്വാപ്പിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങളിപ്പോൾ എത്ര ബാലൻസ് ഉണ്ടോ ആ ഒരു ബാലൻസ് നിങ്ങൾക്ക് ഡബിൾ ചെയ്യാനായിട്ട് പറ്റും എന്ന് പറഞ്ഞിട്ട് ഒരു അപ്ഡേറ്റ് തന്നിരുന്നു. പക്ഷേ ആ ഒരു ഡബിൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 1 ടോൺ കോയിൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ടോൺ കീപ്പർ അല്ലെങ്കിൽ ടെലഗ്രാം വാലറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരൊരു അപ്ഡേറ്റ് തന്നിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു അപ്ഡേറ്റ് അവർ എടുത്ത് കളഞ്ഞതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകളിൽ നമ്മൾ പൈസ അങ്ങോട്ടിട്ടിട്ട് ഏൺ ചെയ്യുന്നതിനെക്കുറിച്ച് എനിക്ക് വളരെ വലിയ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമല്ല ഉള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു മൂവ്മെൻറ്റ് അവർ നടത്തിയ സമയത്ത് തന്നെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ധാരാളം നെഗറ്റീവ് കമൻസ് ഇവരെക്കുറിച്ച് വന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവർ ആ ഒരു ടോൺ വാങ്ങിച്ചിട്ട് ബാലൻസ് ഇരട്ടിപ്പിക്കുന്ന പരിപാടി എടുത്ത് കളഞ്ഞിട്ടുള്ളത്. നമ്മൾ നോട്ട് കോയിൻ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നോട്ട് കോയിൻ നമ്മുടെ കയ്യിൽ നിന്ന് പൈസയൊന്നും വാങ്ങിയിട്ടില്ല. എല്ലാവർക്കും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഫ്രീ ആയിട്ടാണ് അവർ എയർ ഡ്രോപ്പ് കൊടുത്തിട്ടുള്ളത്. സോ കമ്മ്യൂണിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ടാപ്പ് സ്വാപ്പ് വളരെ വലിയ കമ്മ്യൂണിറ്റി ഉള്ള ഒരു പ്രൊജക്റ്റാണ്. റീസെൻ്റ്ലി അവർ സൊലാനയിലല്ല ലിസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്, വേറെ ബ്ലോക്ക് ചെയിനിലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പവറുള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ടാപ്പ് സ്വാപ്പ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇവരുടെ റീസെൻ്റ് അനൗൺസ്മെൻ്റ് അനുസരിച്ച് ജൂലൈയിലേക്കായിരിക്കും ഇവരുടെ ലിസ്റ്റിംഗ് വരാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ഇതിൽ ഇനിയും ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ടാപ്പ് സ്വാപ്പ് ഇനിയും ചെയ്യാത്ത ആളുകൾക്ക് വേണമെങ്കിൽ ടാപ്പ് സ്വാപ്പിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയയും കിട്ടുന്നതായിരിക്കും. വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു ടാപ്പ് സ്വാപ്പിൻ്റെ കാര്യത്തിൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏത് ബ്ലോക്ക് ചെയിനിലാണ് ഇവർ ലിസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്, അതുപോലെ തന്നെ ഏതെങ്കിലും എക്സ്ചേഞ്ചുകളൊക്കെ ആയിട്ട് പാർട്ട്ണർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനെ എന്തെങ്കിലും അനൗൺസ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറച്ച് ആളുകൾ ജോയിൻ ചെയ്ത് മൈൻ ചെയ്യുന്ന പ്രൊജക്റ്റാണ് ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറയുന്ന പ്രൊജക്റ്റ്. ഈ ഒരു പ്രൊജക്റ്റിൽ ഇപ്പോഴും പല ആളുകൾക്കും ചെറിയ ചെറിയ ഡൗട്ട്സ് ഉണ്ട്. അതായത് ഏത് എക്സ്ചേഞ്ചാണ് നമ്മൾ ഇതിൽ സെലക്ട് ചെയ്യേണ്ടതെന്നൊക്കെ കുറേ അധികം ആളുകൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സ്ചേഞ്ച് സെലക്ട് ചെയ്യാം. അത് റിയലായിട്ട് ആ ഒരു എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു മൈൻ എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദിവസം ഒരു 5 മില്യൺ പോയിന്റ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള കാർഡ്സ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 മില്യൺ പോയിന്റ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. എത്രത്തോളം പോയിന്റ്സ് നമ്മൾ കൂടുതൽ ഏൺ ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് കൂടുതൽ എയർ ഡ്രോപ്പ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൽ കുറേ അധികം മിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് നിങ്ങളുടെ കയ്യിലുള്ള പോയിന്റ്സ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്കതിൽ അപ്ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ റീസെൻ്റ്ലി ടോൺ ബ്ലോക്ക് ചെയിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ പേജ് ഇവരെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് ഒരു ട്വീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ബിങ്.എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുമായിട്ട് ഇവർക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അത്രയ്ക്ക് വലിയ എക്സ്ചേഞ്ച് ഒന്നും അല്ല. അതുപോലെ തന്നെ ഇവരുടെ ലിസ്റ്റിങ്ങും നമുക്ക് ജൂലൈയിലേക്കൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നോട്ട് കോയിൻ തുടങ്ങി വെച്ചത് വളരെ വലിയൊരു നെറേറ്റീവാണ്. നോട്ട് കോയിൻ്റെ ആ ഒരു പാത പിന്തുടർന്നുകൊണ്ട് തന്നെ കുറച്ചധികം പ്രൊജക്റ്റുകൾ എന്തായാലും ഇനി മാർക്കറ്റിലേക്ക് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതിൽ ഏതൊക്കെ പ്രൊജക്റ്റുകൾ സക്സസ് ആവും, അതുപോലെ തന്നെ ഏത് പ്രൈസിൽ ലിസ്റ്റ് ആവും, അതുപോലെ തന്നെ ഏത് എക്സ്ചേഞ്ചിലേക്കായിരിക്കും പ്രൊജക്റ്റുകളുടെ ലിസ്റ്റിംഗ് വരിക എന്നൊക്കെ ഇപ്പം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നിങ്ങളുടെ കയ്യിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് ടൈം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകളിലേക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. നമുക്ക് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ സമയമാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളിലൊക്കെ പോലെ തന്നെ വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. എനിക്കിഷ്ടപ്പെട്ട പ്രൊജക്റ്റുകൾ ഞാൻ ഓൾറെഡി നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.